ഹലോ ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സ്ലിറ്റഡ് ടോപ്പ് ഈസി ആയിട്ട് കട്ട് ചെയ്യാം എന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന മെറ്റീരിയൽ അജറക്കിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ടോപ്പ് കട്ട് ചെയ്യുന്നതിന് നമ്മുടെ ഫുൾ ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ അത് അളന്നത് നമ്മൾ ഫാബ്രിക്കിൽ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ എനിക്കിവിടെ വന്നിരിക്കുന്നത് 44 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫുൾ ലെങ്ത് നമുക്കിപ്പോൾ ഒരു 43 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ 1.5 ഇഞ്ചും കൂടി അഡീഷണൽ ആഡ് ചെയ്തിട്ട് വേണം ഫാബ്രിക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ താഴെ മടക്കി അടിക്കുമ്പോഴും ഷോൾഡർ മടക്കി അടിക്കുമ്പോഴും ടോട്ടൽ 1.5 ഇഞ്ച് നമുക്ക് പോകും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഷോൾഡർ ടു ഷോൾഡറിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ്. നമുക്കിപ്പോൾ അതൊരു 12 ഇഞ്ച് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ പാതി 6 ഇഞ്ച് വേണം നമ്മൾ ഫാബ്രിക്കിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആർം ഹോള് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ 6 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ചും കൂടി കൂടുതൽ എടുത്തിട്ട് വേണം ആർം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ നിന്നൊരു കർവ് പോലെ ഇങ്ങനെ വരച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതിലോട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആർം ഹോളിൻ്റെ അവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചുളുക്കുകളൊന്നും ഇല്ലാതെ കിട്ടും. പിന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുക്കുമ്പോൾ മാത്രം കുറച്ച് ഒരു ഡിഫറൻസ് ഉണ്ട്. അത് കട്ട് ചെയ്യുമ്പം കാണിച്ചു തരാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അളവുകളെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പം ചെസ്റ്റ് അളവ് ഇപ്പം 30 നമ്മുടെ റൗണ്ടിൽ നമ്മൾ ടേപ്പ് വെച്ച് എടുക്കുമ്പോൾ 30 കിട്ടുന്നതെങ്കിൽ അതിൻ്റെ പകുതി 15, അതിൻ്റെയും പകുതി 7.5 ഇഞ്ച് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. പിന്നെ നമ്മൾ ഷോൾഡറിൽ നിന്ന് ഒരു 13 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മുടെ ഇടവണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് സ്ലിറ്റ് ഇടില്ലേ, നമ്മൾ എവിടെ നിന്നാണോ നമുക്ക് സ്ലിറ്റ് കട്ട് ചെയ്യേണ്ടത് ആ ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ അതുകൂടെ മാർക്ക് ചെയ്യണം. എനിക്കിവിടെ 20, അപ്പം ഞാനത് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആ സ്ലിറ്റിൻ്റെ അവിടെ ഉള്ള വണ്ണം അതും നമ്മൾ എടുത്തു വെച്ചിരിക്കണം. അതിപ്പോൾ ഒരു 10 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതും അവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, അതും മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്തതെല്ലാം കൂടി ഒന്നിച്ച് ഒരു ജോയിൻ്റ് ചെയ്തിങ്ങനെ വരച്ച് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ തയ്യൽ തുമ്പ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. തയ്യൽ തുമ്പ് നമ്മൾ എപ്പോഴും ഇടുമ്പോൾ നമ്മൾ ഇടവണ്ണത്തിലും ആർം ഹോളിൻ്റെ അവിടെയൊക്കെ ഇടുമ്പോഴേക്കും ഒരു 2 ഇഞ്ച് നമുക്ക് കൊടുക്കാം. പക്ഷേ നമ്മൾ നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ തയ്ക്കുമ്പോഴേക്കും നമുക്കൊരു 1 ഇഞ്ച് കൊടുത്താൽ മാത്രം മതിയാകും. കാരണം ഒരുപാട് വീതി അവിടെ മടക്കി അടിക്കുമ്പോൾ വന്നാൽ അതൊരു വൃത്തികേടായിരിക്കും. പിന്നെ നമ്മൾ താഴത്തെ വണ്ണവും കൂടി നമ്മൾ എത്രയാണോ നമുക്ക് വീതി വേണ്ടത് അത് അവിടെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് അവിടുന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ എടുത്തില്ലേ മാർക്ക്, അവിടേക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടത് കട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ അളവെടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് അളവ് കറക്റ്റായിട്ട് എടുക്കുന്നതെന്ന്. പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്തതിൽ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും വേറെ ആയതുകൊണ്ട് നമ്മളിതിൽ ഫാബ്രിക് 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ വീനെക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ബാക്കിൽ റൗണ്ടും. അപ്പോൾ അത് റൗണ്ട് സാധാരണ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. നമ്മൾ വീനെക്ക് വൈഡ് വീനെക്കായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൈയുടെ ഫ്രണ്ടിൽ നമ്മൾ കൈക്കുഴി വരില്ലേ, ആ ഭാഗത്ത് നമ്മളൊരു 4 ഇഞ്ചോളം ഇതുപോലെ കുഴിച്ച് വെട്ടി കൊടുക്കണം കേട്ടോ. എങ്കിലേ അവിടെ കറക്റ്റ് ഒരു പെർഫെക്ഷനായിട്ട് ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത്രയും തുണി അവിടെ വേസ്റ്റാണ്, അത് ഇങ്ങനെ അവിടെ ചുളുങ്ങിയിരിക്കും. അതൊരു അഭംഗിയാണ് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതങ്ങനെ വെട്ടിക്കളയണം. പിന്നെ നമ്മൾ ഷോൾഡർ ലെങ്ത് അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വൈഡ് വീനെക്ക് വരുമ്പോൾ ഷോൾഡറിൻ്റെ ലെങ്തും കുറയും. അതുപോലെ തന്നെ വീനെക്ക് ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ ലെങ്ത് കൂടും. അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നെക്കിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തുമ്പോൾ എപ്പോഴും നേരെ വെച്ച് അടയാളപ്പെടുത്തണം. അത് തന്നെ അങ്ങനെ തന്നെ നേരെ വെച്ച് വേണം ഫാബ്രിക്കിൽ നമ്മൾ അടയാളപ്പെടുത്താനായിട്ട്. ചരിച്ചു വെച്ച് ഒരിക്കലും ചെയ്യരുത്, അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം കൂടിപ്പോകും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കഴുത്ത് വൃത്തികേടായി പോകും.
അപ്പം നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഫസ്റ്റ് ഞാൻ സ്ലീവ്ലെസ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്, അതുകൊണ്ടാണ് സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിലില്ലാത്തത്. അത് ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ ചെയ്യാം, സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ തയ്ച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആക്ച്വലി ഫുൾ സ്ലീവ് കൊടുത്താൽ നന്നായിരിക്കും എന്ന് തോന്നിയത്. അങ്ങനെ ഞാൻ ഫുൾ സ്ലീവ് കൊടുത്തു. പിന്നെ നമ്മൾ തുണിയിൽ ഇതിൻ്റെ തന്നെ തുണിയിൽ നമ്മൾ കഴുത്ത് അടിച്ച് മറിച്ചിട്ട് ഹെമ്മിങ് ചെയ്ത് വെച്ചിരിക്കുവാണ് കേട്ടോ, കാരണം ഇതിൽ ലൈനിങ് ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.